നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ. ഓക്കെ. കാരണം ഞാനൊരു പെൺകുട്ടിയായിട്ട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന്. അത് എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു. അത് അങ്ങനെ കൊണ്ടു നടന്നതാണ്. ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന്. അവിടെ നിന്ന് എടുത്തോണ്ട് പോയതാണ് ഈ വ്യക്തി എന്നുള്ള നിലയിലാണല്ലേ? അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ചേച്ചി, ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാള് 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. കല്യാണം നടന്നത് കൊല്ലം മാടന്നര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചൂടെ? ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും, ചേട്ടൻ വേറെ പോവും, അപ്പോഴും തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണു സുധി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കേട്ടോ. നമ്മുടെ സുധിച്ചേട്ടൻ്റെ എനിക്ക് പുതിയൊരു അറിവാണ് കേട്ടോ. നമ്മുടെ സുധിച്ചേട്ടൻ 3 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞാണ് നമ്മുടെ കിച്ചു. രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷമാണ് നമ്മുടെ ഇപ്പോഴത്തെ രേണു സുധി വിവാഹം കഴിച്ചതെന്നുള്ളൊരു പുതിയ അറിവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ രണ്ടാമത്തെ ഭാര്യ ഇപ്പോൾ ഒരു ചാനലിൽ ഒരു വോയിസ് കോൾ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അല്ലെങ്കിൽ എൻ്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ്. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സുധിച്ചേട്ടൻ മരിച്ച് 2 വർഷമാകാറായി, ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടാം ഭാര്യ ഇപ്പോൾ രംഗത്ത് വരാൻ കാരണം എന്താണെന്ന്. അപ്പം അതിനവർ വ്യക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് രേണു സുധി എല്ലാവരുടെ അടുത്തും നടന്ന് ഈ ഭാര്യയെക്കുറിച്ച് മോശമായ രീതിയിൽ പറയുന്നു. അതായത് ഇവര് സുധിച്ചേട്ടൻ്റെ ലീഗലിയുള്ള ഭാര്യയല്ല, ലിവിങ് ടുഗദർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇവിടെ രേണു സുധി ആയാലും ഈ ഭാര്യ ആയാലും ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ആ മനുഷ്യനെ ആക്ഷേപിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ്. ആ ഒരു കലാകാരനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിൽ ദുഃഖമുണ്ട്. ഇപ്പോൾ രേണുസുധി ആയാൽ തന്നെ ഞാൻ മാത്രമാണ് സുധിച്ചേട്ടൻ്റെ ലീഗലിയുള്ള ഭാര്യ എന്ന് പറയുന്ന സമയത്ത് മറ്റ് 2 ഭാര്യമാരല്ലേ, മറ്റു 2 പേർ ആരായിരുന്നു, അവർ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നോ സുധിയുടെ എന്നൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അങ്ങനെ പറയുന്ന ഒരു രേണുസുധിയുടെ ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവം? സുധിച്ചേട്ടൻ്റെ ആദ്യത്തെ വൈഫ് അവര് മരിച്ചു, സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. വേറെ ഹസ്ബൻഡ് ഉണ്ട്, വേറെ ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകണം? തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല. നോക്കിയപ്പോഴാണ് സുധിച്ചേട്ടന്റെ DP കണ്ടിട്ട് ഇത് ആരാ, മോനാന്ന് പറഞ്ഞു. കുഞ്ഞു കൊച്ച 6ാം ക്ലാസ്സിൽ പഠിക്കാൻ കിച്ചു. മക്കളെ മോന്റെ അമ്മ മോനെ ഇട്ടിട്ട് ഞങ്ങളെ ഇട്ടിട്ട് കുറെ വേറെ കല്യാണം കഴിച്ച് പോയതാ, അമ്മയില്ലാന്ന്. എനിക്ക് ഭയങ്കര വിഷമം. രണ്ടും കൽപ്പിച്ച ഒരു വാക്കേ ഞാൻ പറഞ്ഞു, എന്റെ മരണം വരെ ഞാൻ നിങ്ങളെ 2 പേരെ നോക്കും. പക്ഷെ ആ ഒരു വാക്ക് മാത്രം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല? ലീഗലി കല്യാണം കഴിച്ചാൽ അത് ഡിവോഴ്സ് ആതെ എന്നെ എങ്ങനെ ലീഗലി കല്യാണം കഴിക്കുന്നത്? ഒരു കല്യാണം നടന്നാൽ അത് ലീഗലി ആണെങ്കിൽ
ഡിവോഴ്സ് ആയതിനു ശേഷമേ വേറൊരു പെണ്ണിനെ ലീഗലി കല്യാണം കഴിക്കും. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ മാത്രമാണ്. അപ്പൊ ഇവര് തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നോ? ഒന്നും അറിയത്തില്ല. കല്യാണം നമ്മള് താലി കെട്ടിയാലും കല്യാണം അല്ലേടാ. താലി കെട്ടിയൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കല്യാണം എന്നാ നടന്നെന്നോ എന്താ താലി കെട്ടി ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചോദിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? കോണ്ടാക്ട് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ. ഹായ് രേണു, എന്നോട് പിണക്കമുണ്ട്. ഞാൻ ചോദിച്ചു എന്തിന് പിണക്കം, എനിക്ക് ഒരു പിണക്കമില്ല, സന്തോഷമേ ഉള്ളൂ. വീഡിയോ കോൾ ചെയ്തിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ട് ഹായ് രേണു, എനിക്ക് ഒത്തിരി സന്തോഷമായി രേണുവിനെ കണ്ടതിൽ. ഞാനോടത്ത് രേണുവിനോട് പിണക്കം, ഞാൻ ഒരിക്കലും എനിക്കൊരു പിണക്കം ഇല്ലടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വെച്ച് കുഞ്ഞിന് സുഖമാണ്. എന്നിട്ട് കിച്ചുവിന്റെ കാര്യം ചോദിക്കുന്നേ ഇല്ല. സുചിയുടെ മുന്നിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോണം. സുചേട്ടന്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? സുചേന്റെ ആദ്യത്തെ വൈഫ് അവര് സുചേടെ മരിക്കുന്നതിന് 2 വർഷം മുന്നേ 2-3 വർഷം മുന്നേ മരിച്ചു. സൂയിസൈഡ് ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം അവര് വേറെ വീട്ടിലായിരുന്നു. വേറെ ഇപ്പോഴത്തെ രണ്ടാം ഭാര്യ വന്ന് പറയുന്നത് സുധിച്ചേട്ടനുമായിട്ടുള്ള ഡിവോഴ്സിന് കാരണം തന്നെ ഈ രേണുസുതിയാണ്. രേണുസുതിയുമായിട്ടുള്ള ബന്ധം, വഴിവിട്ടുള്ള ബന്ധമാണ് അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും പക്ഷെ ഇപ്പോൾ രേണുസുതി പറയുന്നത് എന്താണ്, രേണുസുതി മാത്രമേ ഒഫീഷ്യലി വിവാഹം കഴിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ ലിവിങ് ടുഗദർ ആയിരുന്നു, ഇവരൊന്നും ഭാര്യമാരായിരുന്നില്ല. ഇവരെ വിവാഹം കഴിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ആകപ്പാടെ പറഞ്ഞ കാര്യമേ ഉള്ളൂ. ഞാൻ എൻ്റെ മരണം വരെ നിങ്ങളെ രണ്ടുപേരെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്നൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് ആ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളോടെ കണ്ടിട്ട് വരാം. അതിന് കാരണം ഈ രേണു തന്നെയാണ്, അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണോ ഇത് പറഞ്ഞത്? ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എന്നോട്, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ, എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു നിമിഷം, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26-ാം തീയതി ആയിരുന്നു. 2012 ലാസ്റ്റ്. വോയിസിൽ ഫുള്ള് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യ, അതായത് ഒഫീഷ്യലി ഉള്ള വൈഫായിരുന്നു അവരെന്ന്. 2012 ഡിസംബറിൽ അവർ മാരേജ് ചെയ്തു. അവർ 5 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷമാണ് രേണുസുതി ഇവർക്കിലേക്ക് വരുന്നത്. അവർ തമ്മിലുള്ള വഴിവിട്ട ബന്ധമാണ് ഇവർ ഡിവോഴ്സിലേക്ക് എത്തിച്ചതെന്നും അതിനു മുമ്പ് ഇവർക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ കിച്ചു അവരുടെ മോനാണ്, രാഹുൽ എന്നല്ലേ കുട്ടിയുടെ പേര്, അതെ, ആ കുട്ടി ഒരു മോനുള്ള കാര്യം മാത്രമേ ഇവർക്കറിയാം. പിന്നെ ഇവരാണ് സുധിച്ചേട്ടൻ ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിൽക്കാൻ കാരണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഉള്ളത്, ഒരു ഷർട്ട് വാങ്ങാൻ പോലും കാശില്ലായിരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ രേണുസുതി പറയുന്നത് സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യ ഒളിച്ചോടി പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ സുധിച്ചേട്ടൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ അറിവ്. കൃത്യമായിട്ട് അറിവില്ല, എനിക്കറിയില്ല. അപ്പം ആദ്യ ഭാര്യ സ്വന്തം മകനെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നു. നമുക്കൊന്നും അറിയില്ല ഇത് എന്താണ് സംഭവം. ഇപ്പോൾ സുധിച്ചേട്ടനോട് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ആദ്യ ഭാര്യ പോയത്, സുധിച്ചേട്ടൻ കുഞ്ഞിനെ കൊടുക്കാഞ്ഞതാണോ, ഒന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ 1 വർഷം മാത്രം കേട്ടാണ് എപ്പോഴും നമ്മൾ ആ ഒരു വ്യക്തിയെ ക്രൂശിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും സുധിച്ചേട്ടൻ സൈഡ് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഈ 2 പേരും ഇപ്പോൾ ജീവനോടില്ല. സുധിച്ചേട്ടനും ഇല്ല, സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയും ജീവനോടില്ല. പിന്നെ കുഞ്ഞായ കിച്ചുവിന് അതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല, എന്താണ് സംഭവിച്ചതെന്ന്. 1.5 വയസ്സെന്ന് പറയുമ്പോൾ ആ കുട്ടിക്കൊന്നും അറിയത്തുമില്ല. അതായത് അമ്മ ഉപേക്ഷിച്ച സമയത്ത് ഒന്നും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ അച്ഛനാണ് നോക്കിയത്. അപ്പോൾ അച്ഛനാണ് വലുത്. പിന്നെ ഇപ്പോൾ നോക്കുന്നത് രേണുസുതിയാണ്. അപ്പോൾ അവരും തന്നെയാണ് ആ കുട്ടിക്ക് വലുതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു
ഒന്നും പറയാനുള്ള കാര്യങ്ങളില്ല. ഇപ്പം രേണുസുതി നന്നായിട്ട് കിച്ചുവിനെ നോക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ഈ രണ്ടാം ഭാര്യ രംഗത്ത് വന്നത്. പക്ഷേ ഈ സമയത്ത്, അതായത് സുധിച്ചേട്ടൻ മരിച്ച് ഇത്രയും നാളുകൾക്കിടയിൽ വരാത്ത ഇവർ പെട്ടെന്ന് പൊട്ടിമുളച്ചതിനകത്ത് എന്താണ് ഒരു ഹിഡൻ അജണ്ട വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും രേണുസുതിയും സുധിച്ചേട്ടനുമായിട്ടുള്ള ബന്ധമാണ് ഇവരുടെ ലൈഫ് തകർത്തതെന്നാണ് ഇവർ ഈ ഒരു ആദ്യ അവസാനം വരെയുള്ള ഈ ഒരു വോയിസിൽ ഇവർ പറയുന്നത്. അതായത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് രേണുസുതിയാണ് ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടത്. ഉടനെ തന്നെ നമുക്ക് രേണുസുതിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ പ്രതീക്ഷിക്കാം. രേണുസുതിയുടെ നമ്മുടെ മോൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ വന്നതിന് ശേഷം, അതായത് ഇപ്പോൾ മോൻ അറിയാമായിരിക്കുമല്ലോ, 5 വർഷമായിട്ടുള്ള ജീവിതമാണെന്നുണ്ടെങ്കിൽ എന്തായാലും മോൻ അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ അവൻ്റെ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.